സ്വാഗതം. മരീചിക എന്ന് പറയാൻ പോകുന്നത് സുപ്രധാനമായ ഒരു ഹൈന്ദവരെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഹിന്ദുക്കളെ എന്ന ജന്തുക്കളെ എന്ന് വിളിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. അത് സത്യമാണ് എന്നുള്ളതിനെ ആണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, അല്ലേ? കാരണം ഈ ദേവസ്വം ക്ഷേത്രങ്ങളും അല്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. ഇവിടെയൊക്കെ ദേവപ്രശ്നം വെക്കാറുണ്ട്. വർഷങ്ങളായിട്ട് ദേവപ്രശ്നങ്ങൾ വെക്കാറുണ്ട്. ദേവപ്രശ്നം വെച്ച് നമുക്കറിയാം, നമ്മുടെ ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെങ്ങും രണ്ടാമതൊരു പ്രതിഷ്ഠ നടത്തിയ ചരിത്രങ്ങളില്ല. ഏറ്റുമാനൂരോ ഗുരുവായൂരോ ശബരിമലയിലോ അങ്ങനെയുള്ള ചോറ്റാനിക്കരയിലോ കൊടുങ്ങല്ലൂരോ പിന്നീട് അങ്ങനെയുള്ള ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രങ്ങളിലും വീണ്ടും പ്രതിഷ്ഠ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന മൂർത്തി വേണം, മറ്റൊരു മൂർത്തി വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പ്രതിഷ്ഠയും നടത്തിയ ചരിത്രങ്ങളില്ല. കാരണം ദേവസ്വം ബോർഡിനറിയാം അത് അമിത ചിലവാണ്. ഒരു പ്രതിഷ്ഠയും കൂടെ കൂടുതൽ വന്നാൽ ഒരു പാട്ട എണ്ണ ചിലവാകേണ്ടിടത്ത് 2 പാട്ട എണ്ണ ചിലവാകും, 2 കൂട് കർപ്പൂരം ചിലവാകും, എല്ലാം ഇരട്ടിയാവും. അതുതന്നെയാണ് അതിനകത്തൊരു കുഴപ്പം, ഇരട്ടി ചിലവാക്കുക. സാധാരണ ദേവസ്വത്തിൻ്റെ അല്ലാത്ത ക്ഷേത്രങ്ങളിൽ ജ്യോതിഷന്മാർ വന്നു കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത്, ഒരു ജ്യോതിഷൻ വന്നിട്ട് പറയും ഇന്ന മൂർത്തി വേണം, അടുത്ത പിന്നീട് ദേവപ്രശ്നം പറയും ആ മൂർത്തി മാത്രം പോരാ, അവിടെ വേറൊരു മൂർത്തിയും കൂടെ വേണം, അല്ലെങ്കിൽ രക്ഷസ് വേണം, അല്ലെങ്കിൽ കൈകുറ്റിയാൻ വേണം, അല്ലെങ്കിൽ സർപ്പം വേണം. ഇങ്ങനെയെല്ലാം ഓരോന്ന് പറഞ്ഞ് സാധാരണക്കാരൻ്റേതായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മൊത്തം കപ്പയിട്ടതുപോലെ പ്രതിഷ്ഠ നടത്തിയിട്ട് പോകും. വട്ടക്കൊട്ട വെള്ളം കോരുന്നതാരാ? സാധാരണക്കാരൻ, അല്ലേ? അവർക്കവിടെ പ്രശ്നകാരി എന്നാണ് പറയുന്നത്. പ്രശ്നകാരി എന്ന് പറഞ്ഞാൽ പ്രശ്നക്കാരൻ, അവന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോകുക എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ ദൈവത്തെ പ്രതിഷ്ഠിച്ചാൽ എന്നാ കുഴപ്പം? ആ ദേവനെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ പറ്റും. സാധാരണക്കാരായിരിക്കുന്ന ഇതിനെക്കുറിച്ച് വിവേകമില്ലാത്ത, അറിവില്ലാത്ത ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് ജ്യോതിഷൻ അയാളുടെ കാര്യങ്ങളെ ഒന്ന് അവിടെ ആൾ ആകുന്നതിന് വേണ്ടി എന്തു ചെയ്യും? കുറേ പ്രശ്നങ്ങൾ പറഞ്ഞുണ്ടാക്കും. കൂടുതലും കഴിഞ്ഞു പോയ കാര്യങ്ങളായിരിക്കും പറയുന്നത്. ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പ്രത്യേകിച്ച് നമ്മളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, അല്ലേ? പിന്നെ എന്തിനാ ജ്യോതിഷം പറഞ്ഞിട്ട് വേണം നമ്മളറിയാൻ? ഇനി പുതിയ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അടുത്ത ജ്യോതിഷനും ഈ ഇതുപോലെ കവടിയായിട്ട് വരുന്നത്. അയാൾ വന്നിട്ട് പറയുകയാണ് അത് ശരിയായില്ല, വീണ്ടും ഇവിടെ കുഴപ്പങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ദേവസ്വം ബോർഡിൽ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെയെല്ലാം ജ്യോതിഷം നോക്കാൻ വരുമ്പം ഈ ജ്യോതിഷനെതിരായിട്ട് തർക്കിക്കാൻ 2 ജ്യോതിഷനും കൂടെ കൊണ്ടു നോക്കും. അത് പണം നോക്കുകയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ 10,000 ഇരട്ടി പണം ചിലവാക്കേണ്ടി വീണ്ടും വരും. അപ്പോൾ ദേവപ്രശ്നങ്ങൾ വെക്കുമ്പോൾ അവിടെ ഇയാൾക്ക് എതിരായിട്ട് 2 ജ്യോതിഷനെയും കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന മാത്രം നമ്മൾ കേട്ട് അനുസരിക്കേണ്ടതായിട്ട് വരും. അതാണ് ഇതിനകത്തൊരു വലിയൊരു സംഭവം, അല്ലേ? മറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രങ്ങളിൽ, ഞങ്ങളുടെ നാട്ടിലൊരു പ്രമുഖമായൊരു ക്ഷേത്രമുണ്ട്. 108 മൂർത്തി, 108 മൂർത്തിയും 5 മൂർത്തികൾ, മലദൈവങ്ങൾ, ഇവയെല്ലാം വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്നതാണ്. വനം ഏറിയയിൽ പ്രശസ്തമായ ക്ഷേത്രമാണ്. പക്ഷേ അത് ദേവസ്വം ബോർഡ് ഏറ്റെടുത്ത് കഴിയുമ്പം ഈ 101 മൂർത്തികളെയും കൂടെ ഒറ്റയൊന്നിലാക്കി കരിങ്കുറ്റിയാൻ എന്ന് പറയുന്ന ഒറ്റ മൂർത്തിയിലേക്ക് ആവാഹിച്ച് അതിലേക്കാക്കി. 5 മൂർത്തികളെയും കൂടെ ഒരു ശൂലത്തിലേക്ക് ഒരു പീഠം വെച്ച് അതിലേക്കാക്കി, അല്ലേ? ഒരു കുഴപ്പമില്ല, നാട്ടിലൊന്നും ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. മറ്റുള്ളിടത്താണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. ദേവസ്വം ബോർഡ് ആയതുകൊണ്ട് അവിടെ കയറി ആർക്കും പ്രശ്നം ഉണ്ടാക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ തന്നെ വേറൊരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ ഒരു ദൈവം ഉള്ളായിരുന്നു. ഇപ്പോഴാ പ്രദേശം മുഴുവൻ ദൈവങ്ങളായി. ഒരു മൂർത്തി ഉണ്ടായിരുന്നപ്പോഴും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ പിടിച്ച ആശ്രമത്തിലും ഒരു മൂർത്തി ഉള്ളായിരുന്നു. ഞങ്ങളുടെ ഗുരുവിൻ്റെയൊക്കെ കാലശേഷം
അവിടെയെല്ലാം നിറച്ച് ദൈവങ്ങളായി. പൂജിക്കാൻ ഒരു പൂജാരിയെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ ചെലവും. ഒരു പൂജാരി പൂജിക്കാൻ വന്നു കഴിഞ്ഞാൽ അയാൾ മടുത്തു പോകും. 2 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. 2 പേർക്ക് ശമ്പളം കൊടുക്കണം. 6 ദേവന്മാരായപ്പോൾ ഒരാളെന്നുള്ളത് 6 ഇരട്ടി. എല്ലാ സംഗതി 6 ഇരട്ടി ആയില്ലേ. അപ്പോൾ അതിനാൽ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പുതിയതായിട്ട് പ്രതിഷ്ഠകൾ വരാൻ അനുവദിക്കാതിരിക്കുക. കാരണം നമ്മുടെ സാധാരണക്കാരൻ്റെ ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് കളയുന്ന രീതിയിലേക്ക് ആ പ്രദേശം മുഴുവൻ പുതിയ 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 പ്രതിഷ്ഠകൾ വരുത്തുക. നിലവിലുള്ള പ്രതിഷ്ഠകൾ മാത്രമേ അനുവദിക്കാവൂ. അതിനെപ്പോഴും പ്രശ്നം വെക്കുമ്പോൾ നമുക്ക് വിശ്വാസമുള്ള മറ്റൊരു ജ്യോതിഷനെയും കൂടെ കൊണ്ടുവന്ന് വരേണ്ടത് അനിവാര്യമാണ്. ഇല്ലെങ്കിൽ അവർ പറയുന്ന കേട്ട് നമ്മുടെ പ്രസ്ഥാനങ്ങൾ എന്താണ് ഹൈന്ദവമായിരിക്കുന്ന പ്രസ്ഥാനങ്ങളകത്ത് വളരെ തകർച്ചകളുണ്ടാകും. ഒന്നാമത്തെ കാര്യം, നമ്മൾ പിരിവുകൾ നടത്തി ഭയങ്കരമായ ഉത്സവങ്ങൾ നടത്തുന്നു. മറ്റുള്ള മതസ്ഥർ പിരിവുകൾ നടത്തി ചെറിയ പരിപാടികൾ, ശാന്തമായ പരിപാടികൾ നടത്തുന്നു. പണച്ചെലവില്ല. നമ്മളത് വെടിക്കെട്ടും ആനയും അമ്പാരിയുമായിട്ട് ഈ പണം ദുർവിനിയോഗം ചെയ്ത് വെറുതെ നശിപ്പിച്ച് കളയുക. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് പറഞ്ഞതുപോലെ, ഈ പണം പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വെക്കുന്നതിനോ ചികിത്സാ സഹായത്തിനോ പാവപ്പെട്ട കുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിനോ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ കൂടുതൽ പ്രസ്ഥാനത്തിലേക്ക് അടുക്കും. ശരിയല്ലേ? പ്രസ്ഥാനത്തിനോടൊരു കടപ്പാടും ബഹുമാനവും ഉണ്ടാകും. നമ്മുടെ പ്രസ്ഥാനങ്ങൾ പലതും ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലേക്ക് വരുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഉത്സവങ്ങൾ മിക്കവാറും പോലീസ് ഇല്ലാതെ ഉത്സവം നടക്കത്തില്ല, അല്ലേ? ക്രൈസ്തവ മുസ്ലിംസിൻ്റെ ആഘോഷങ്ങൾക്കോ ചടങ്ങുകൾക്കോ പോലീസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകളായി മാത്രം ഒതുക്കിക്കൊണ്ട് പോവുകയും ഇങ്ങനെയുള്ള അനാചാരങ്ങളെ ഇല്ലാതാക്കി. ആചാരം വേണം, അനാചാരം പാടില്ല. വിശ്വാസം വേണം, അന്ധവിശ്വാസം പാടില്ലതാണ്. ചിന്തിക്കുക, ചിന്തിച്ച് നോക്കുക നിങ്ങൾ ഓരോരുത്തരും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം.